തൃശ്ശൂരിൽ ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ആംബുലൻസ് കിട്ടാതെ മുളങ്കുന്നത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവത്തിൽ അന്വേഷണം സർക്കിൾ ഇൻസ്പെക്ടറിന് കൈമാറി. കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് ഈ നടപടി. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. സൂരജ് സജി ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ സൂരജ്. ഈ മുളങ്കുന്നത്തുകാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ യുവാവ് ചികിത്സ കിട്ടാതെ, അതായത് ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം CIക്ക് കൈമാറിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് ആകട്ടെ ഈ വിഷയം ഗൗരവത്തിലെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുകയും ഈ പോലീസിനോട് റിപ്പോർട്ടടക്കം ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ CIക്ക് അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. ഷൊർണൂർ CI ആയിട്ടുള്ള രമേശാണ് അന്വേഷണ ചുമതല. നേരത്തെ തൃശൂർ റെയിൽവേ SI ആയിരുന്ന നൌഷാദിനാണ് ഈ അന്വേഷണ ചുമതല. നിലവിൽ അന്വേഷണ ചുമതല നൽകിയിരുന്നത്. ഈ കേസിന്റെ ഗൗരവം എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അന്വേഷണം CIക്ക് കൈമാറിയതെന്ന് SP വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം റെയിൽവേ SP ആയിട്ടുള്ള സഹിൻഷയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കൈമാറിയിരിക്കുന്നത്. എന്തായാലും 15 ദിവസത്തിനകം ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദക്ഷിണ റെയിൽവേയോടും ഈ സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കുടുംബമാകട്ടെ ഈ റെയിൽവേ ഡിവിഷൻ മാനേജറെ അടക്കം കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ച് നമ്മൾ ആ വീട്ടിലെത്തിയതാണ്. ഈ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കുടുംബാംഗമാണ് ഈ ശ്രീജിത്ത്. അവരെ സംബന്ധിച്ച് അവർക്ക് എവിടെ ഒരു പരാതി കൊടുക്കണം എന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ആ കുടുംബത്തിൽ ചെല്ലുന്ന സമയത്ത് അവർ ഈ പോലീസിൽ എവിടെ പരാതി നൽകണം, അതോടൊപ്പം തന്നെ ഈ റെയിൽവേക്ക് പരാതി നൽകുകയാണെങ്കിൽ എങ്ങനെയാണ് പരാതി നൽകേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിൽ ആ കുടുംബം നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഊരുമൂപ്പനും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളും അടക്കം ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്കുള്ള നിയമസഹായം അടക്കം നൽകി വരുന്നത്. എന്തായാലും ഇന്ന് ഡിവിഷൻ മാനേജർ അടക്കം കണ്ട് തങ്ങളുടെ പരാതി അറിയിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കുടുംബവും ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.